പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഡിസംബർ മാസം 30-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്ന് ഈ പ്രഭാത ചിന്തയിലേക്ക് അടുത്തു വരാം. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുതലും കാണുവാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ കൂടുതൽ പേരും ഹല്ലേലൂയ ഗലീലയിലെ മുക്കുവന്മാരായിരുന്നു, മീൻപിടുത്തക്കാരായിരുന്നു. ഞാൻ ഇവരെ ആഴമായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മുക്കുവന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് വലിയ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കമ്മ്യൂണിറ്റിയിൽ വലിയ പ്രാപ്തിയുള്ളവരൊന്നുമല്ല. ഹല്ലേലൂയ. മുക്കുവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ അവൻ അടുത്ത തലമുറ വരെയും കൂടി വന്നാൽ അറിയപ്പെടും. 2 ജനറേഷൻ മാക്സിമം അറിയപ്പെടും. ഹല്ലേലൂയ. ആ നിലയിൽ നിന്ന് പത്രോസിനെയും കൂട്ടരെയും യേശു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുകയാണ്. ഇതാ യേശു അവരെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അവരെ ആരെക്കാളും സ്നേഹിച്ച സ്നേഹിതനെ അവർ കണ്ടുമുട്ടുകയാണ്. ആരെക്കാളും അധികം ആശ്വസിപ്പിക്കുകയും ആരെക്കാളും അധികം അവരെ ആവശ്യങ്ങൾ അറിയുകയും ചെയ്ത ഒരു വലിയ സ്നേഹിതനെ അവർ കണ്ടുമുട്ടുകയാണ്. എത്ര പേർ പറയും, എൻ്റെ യേശുവിനെ ഞാൻ എൻ്റെ തകർച്ചയിൽ കണ്ടുമുട്ടിയതാണ്, എനിക്കിനി വഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹല്ലേലൂയ എല്ലാവരാലും തള്ളപ്പെടുകയും ഉപേക്ഷിക്കുകയും ചെയ്യപ്പെട്ടപ്പോൾ 2 കരങ്ങളും നീട്ടി ഹല്ലേലൂയ ഒരു ഇടയനെ പോലെ വാരി പുണർന്ന ആ മുള്ളിൻ്റെ കുരുക്കിൽ നിന്ന് പൊക്കിയെടുത്ത് തോളത്ത് വെച്ച ഒരു വലിയ സ്നേഹനിധിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടിയെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണമേ, ഇതേപോലെ ഗലീലയിലെ മുക്കുവന്മാർ പത്രോസും കൂട്ടരും യേശുവിനെ കണ്ടുമുട്ടുകയാണ്. ആ കണ്ടുമുട്ടുന്ന സമയത്ത് ഞാൻ ഈ പത്രോസിനോടും കൂടെ നിൽക്കുന്നവരോട് ചോദിച്ചു, നിങ്ങളുടെ പേര് വലുതാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നോ? നിങ്ങൾ ആത്മാവിൻ്റെ ശക്തിയോടെ അപ്പോസ്തലന്മാരെന്ന പേരിൽ അറിയപ്പെടുമെന്നും ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്നും ആയിത്തീരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അവർ പറയും, ഞങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസനിധിയായിട്ടാണ്. ഞങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയത്
ഞങ്ങളുടെ ഒറ്റപ്പെടലിൽ ഞങ്ങളെ കരത്തിൽ താങ്ങുന്നവനായിട്ടാണ്. ആ വലിയ സ്നേഹനിധി ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. ഞങ്ങളുടെ പേർ വലുതാകുമെന്നോ ഞങ്ങൾ ഈ സുവിശേഷം ചുമക്കുമെന്നോ ഒന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഞങ്ങളങ്ങനെ ആയിത്തീരുമെന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഞങ്ങൾ യേശുവിൽ കണ്ടത് സ്നേഹനിധിയാണ്. സ്നേഹനിധിയാണ്. ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെ യേശുവുമായിട്ട് 3.5 വർഷം പിരിയാബന്ധത്തിൽ ശിഷ്യന്മാർ മുമ്പോട്ട് പോകുമ്പോൾ യേശു അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങളെ വിട്ടിട്ട് ഉയരത്തിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ഞാൻ വന്ന കാര്യം പൂർത്തീകരിക്കപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് വായിക്കണമേ. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ അവരെ ഏറ്റവും അധികം സ്നേഹിച്ച, അവരെ വ്യക്തിത്വത്തിൽ ഇതേപോലെ അവരെ താങ്ങിയ അവരെ സ്നേഹിതൻ അവരെ വിട്ടുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിപ്പോയി. അവർ വല്ലാതെ വേദനിച്ചു. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഇതേപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വേദനയിൽ, വേർപാടിൽ, കോവിഡിൽ കണ്ടിട്ടുണ്ട്. അവരോടും പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആര് നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി അമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമെന്ന് പറഞ്ഞ അവൾ മറന്നാലും ഞാൻ മറക്കത്തില്ലെന്ന് പറഞ്ഞവൻ്റെ ആ സാന്നിധ്യം ഇതാ നിന്റെ മുന്നിലേക്ക് വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ ആ വേർപാടിൻ്റെ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്ന ശിഷ്യന്മാരോട് വീണ്ടും യേശു അടുത്ത് വന്ന് പറയാണ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് യേശു നിന്നോട് വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. കാരണം രഹസ്യം എന്താണെന്നറിയാമോ? രഹസ്യം ഞാൻ നിങ്ങളോട് പറയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ് യേശുവിൻ്റെ വേർപാടിനെ കുറിച്ച് പറയുന്നത്. അതേ 14-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ഇതാ കാര്യസ്ഥൻ വരുന്നുണ്ട്, നിന്നെ സകല സത്യത്തിലും വഴി നടത്താൻ കഴിയുന്ന, വരാനുള്ളത് അറിയിക്കുന്ന, നിന്റെ കൂടെ ഇരിക്കുന്ന കാര്യസ്ഥൻ വരുന്നു. വിശ്വസിക്കാമെങ്കിൽ കാര്യസ്ഥൻ വെളിപ്പെടാൻ പോകുന്നു. ലോകത്തിൽ ആർക്കും പറയാൻ പറ്റാത്ത ഏറ്റവും വലിയ പ്രോമിസ് സ്വർഗം നിന്നോട് പറയുകയാണ്. അപ്പന് പറയാൻ പറ്റാത്തത്, അമ്മയ്ക്ക് പറയാൻ പറ്റാത്തത്, മക്കൾക്ക് പറയാൻ പറ്റാത്തത്, ഇതാ ദൈവം നിന്നോട് പറയുന്നു, എന്നേക്കും നിന്റെ കൂടെ ഇരിക്കുന്ന മറ്റൊരു കാര്യസ്ഥൻ. ആ സ്നേഹനിധിയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായി നിങ്ങളുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പരിശുദ്ധാത്മാവിനെ ഒന്ന് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്നറിയാമോ? നിന്നെ അവൻ അനാഥനായി വിടത്തില്ല. നിന്റെ കൂടെ സംസാരിക്കാൻ കഴിയുന്നു, നിന്റെ വിഷയങ്ങളെ അറിയുന്നവൻ, നിന്റെ ആവശ്യങ്ങളെ അറിയുന്നവൻ. ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. എന്നേക്കും കൂടെ ഇരിക്കുന്ന മറ്റൊരു കാര്യസ്ഥൻ, എന്നേക്കും കൂടെ ഇരിക്കുന്ന മറ്റൊരു കാര്യസ്ഥൻ. എത്ര പേർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്? കൂടെ ഇരിക്കുന്ന കാര്യസ്ഥനെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കാര്യസ്ഥനെ കുറിച്ച് യേശു വീണ്ടും 17-ാമത്തെ വാക്യം പറയുകയാണ്. 17-ാമത്തെ വാക്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ അറിയുന്നു. ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പറയാം, നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നിന്നിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതാ നീ അപ്പോസ്തലന്മാരോട് യേശു പറയുകയാണ്, ഹല്ലേലൂയ, ഇതാ ഒരിക്കലും നിങ്ങളെ അനാഥരാക്കി വിടാത്ത പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവെന്ന ത്രിത്വത്തിൽ മൂന്നാമൻ അപ്പോസ്തലന്മാരെ കൈ പിടിച്ചില്ലായിരുന്നെങ്കിൽ, അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഈ പ്രസംഗ വിഷയം ഒരുപക്ഷെ വെളിപ്പെടത്തില്ലായിരുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പത്രോസും കൂട്ടരും 2ാമത്തെ ജനറേഷനിൽ അവരെ പേര് മാഞ്ഞു പോകുമായിരുന്നു. എന്നാൽ ഈ എന്നെ കേൾക്കുന്നവരെ, കാലങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പത്രോസിന്റെ ലേഖനം പ്രസംഗിക്കപ്പെടുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണെന്നുള്ള വാക്യം പ്രസംഗിക്കപ്പെടുകയാണ്. കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. നാളുകൾ കരഞ്ഞ, നാളുകൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് എൻ്റെ കർത്താവ് സ്ഥിതി മാറ്റാൻ പോവുകയാണ്. അല്ലെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി വലിയ കൊയ്ത്തിൻ്റെ അനുഭവം തരാൻ പോകുന്നതിനായി, വലിയൊരു വിടുതൽ തരാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിലൂടെ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഒരു വലിയ അത്ഭുതത്തിൻ്റെ പ്രഭാതമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.